ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ, ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ.
നീ സൂക്ഷിച്ച് അത്ഭുതത്തോടെ നോക്കണ്ട. എടാ, ഇത് ഞാൻ തന്നെയാ പൈലി. നിന്നോട് എന്നും വഴക്കുണ്ടാക്കാറുള്ള പൈലിയെ നിനക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? പൈലി എന്താ ഇപ്പൊ ഇവിടെ? പേടിക്കണ്ട. പഴയ പോലെ നിന്നോട് വഴക്കിനോ വക്കാണത്തിനോ വന്നതല്ല ഞാൻ. ജീവിതത്തിന്റെ അവസാന നാളുകളില്ല പല കാര്യങ്ങളിലും എനിക്ക് തിരിച്ചറിവുണ്ടായത്. അങ്ങനെ വന്നപ്പോ നിന്നെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. തീരെ വയ്യായിട്ടും ആരോടും പറയാതെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ടാ. നീ വാ, അകത്തേക്ക് വാ. നിനക്ക് അതിശയം തോന്നുന്നുണ്ടാവുമല്ലേ എൻ്റെ ഈ മാറ്റം? നിന്നെ അതിശയിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയേറെ നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടില്ലേ മാത്യൂസ്? അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ? ഈ ഏറ്റുപറച്ചില് ഒരുപാട് വൈകിപ്പോയെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞേ പറ്റൂ. കഴിഞ്ഞു പോയ സംഭവങ്ങൾ അത്രയും പ്രായത്തിന്റെ ചോരത്തെളുപ്പെന്ന് പറഞ്ഞ് ഞാൻ ന്യായീകരിക്കുന്നില്ല. എന്റെ എടുത്തുചാട്ടം, അറിവില്ലായ്മ, ദൈവഭയം ഇല്ലായ്മ, ഇതൊക്കെയായിരുന്നു നിന്നോട് ഞാൻ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് ഒക്കെയും കാരണം. പക്ഷേ അതെല്ലാം മനസ്സിലാക്കാൻ വർഷങ്ങൾ ഇത്രയും വേണ്ടി വന്നു എനിക്ക്. വയ്യാടാ. ഒരു 2 അടി നടന്ന അപ്പ കിതപ്പ. നീ മരുന്നൊക്കെ? എന്ത് മരുന്ന് കഴിച്ചിട്ട് എന്തിനാ മാത്യൂസ്? ആയ കാലത്ത് ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കണം. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, സ്നേഹിച്ചും സഹായിച്ചുമൊക്കെ. വയ്യാണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിച്ച് തിരുത്താൻ ഇറങ്ങി പുറപ്പെടുന്നേക്കാൾ നല്ലത് അതല്ലേ മാത്യൂസ്? അന്ന് കുരുത്തക്കേടുകളൊന്നും വരുത്താതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷവും സമാധാനവും വേറെ ഇല്ല. അതിനൊക്കെ കഴിഞ്ഞവര് ഭാഗ്യവാന്മാരാ. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 147 അധ്യായം 11 വാക്യം. നീ എന്താ മാത്യൂസ് ഒന്നും മിണ്ടാത്തെ? ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലെങ്ങനെയാ? ഞാനിപ്പോ എന്താ പറയാ? നിന്റെ ഈ വരവും സംസാരമൊക്കെ എന്നെ വല്ലാതെ അമ്പരിപ്പിച്ചു കളഞ്ഞു പോയി. പിന്നെ കുറ്റങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് എന്നോട് ക്ഷമ പറയണ്ട. ഞാനും തെറ്റ് ചെയ്തിട്ടില്ലേ? എൻ്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നീയും എന്നോട് ക്ഷമിക്കടാ. എങ്കിൽ പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ മാത്യൂസ്. എന്നെ കാണാതാവുമ്പോ അവള് പേടിക്കും, എവിടെ പോയെന്ന് വെച്ച്. അല്ല, ഞാനിപ്പോ കുറച്ച് നാളായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ. ആ, ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അല്ല, നീ എന്റെ ശത്രു അല്ലേടാ, ശത്രു. നീ തനിയെ പോകണ്ട, ഞാൻ കൊണ്ടുപോയി ആക്കാം. ഏയ്,
എന്നിട്ട് ഞാൻ നിന്നെ ആക്കം പിന്നെ ഇങ്ങോട്ട് വരണ്ടേടാ. ആ, നീ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ആ എന്റെ ഒരു ഗേറ്റ് ആരവിടെ? മാത്യൂസ് ഉണ്ടാടാ, ഇറങ്ങി വാടാ. എടാ മാത്യൂസേ, നീ ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. എന്താടാ എന്റെ വീണ്ടും മുമ്പിൽ നിന്ന് കുറയ്ക്കണത്? നീ എന്നെ കള്ളക്കേസ് കൊടുത്ത് പോലീസിനോട് അറസ്റ്റ് ചെയ്യിക്കും അല്ലടാ? നിന്നെ പോലുള്ള കള്ളന്മാർക്കുള്ളതാണ് പോലീസ് സ്റ്റേഷൻ. എന്റെ അനുവാദമില്ലാതെ എന്റെ പറമ്പിലെ മരം വെട്ടിയ ഞാൻ കൈയും കെട്ടി നോക്കിയെന്ന് വിചാരിച്ചോ നീ? എന്റെ വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞു വെക്കുന്ന മരം മുറിച്ചു മാറ്റാൻ നിന്നോട് പല തവണ ഞാൻ പറഞ്ഞതാ. നീ അത് ചെയ്യാത്തോണ്ടല്ലടാ ഞാൻ ചെയ്തത്. അതെ, വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയല്ല ചെയ്യേണ്ടത്. നീ എവിടെ ഉള്ളപ്പോ ചെയ്താ നീ എന്നെ മൂക്കിൽ വലിച്ചേട്ടോടാ. ഞാനെന്താ ചെയ്തെന്ന് നീ ഇപ്പൊ കണ്ടില്ലേ? എടാ മാത്യൂസേ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന് നിന്നോട് പകരം ചോദിക്കാതെ ഈ പൈലിയുടെ കലി അടങ്ങില്ലടാ. നീ കണ്ടോ? നിന്ന് കീറുവാണം പറയാതെ എന്റെ പറമ്പിൽ നിന്ന് ഇറങ്ങി പോടാ. പോകാൻ തന്നെടാ വന്നത്. ഇനി ഈ കാര്യത്തിൽ പറച്ചിലില്ല, പ്രവൃത്തിയാണ് പ്രവൃത്തി. പിന്നെ നീ പറയാനും പ്രവർത്തിക്കാനൊക്കെ വരുമ്പോ എന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോവോ? ഇറങ്ങി പോടാ. പോകാൻ തന്നെടാ, കാണിച്ചു തരാടാ നിന്നെ. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ഠ രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു. പ്രഭാഷകൻ 28-ാം അധ്യായം 11-ാം വാക്യം. കാണാടാ. മാത്യൂസേ, മൂർഖൻ മാമിന്റെ അടുത്താ നിന്റെ കളി. നിന്റെ കളി എന്റെ അടുത്ത് നടക്കില്ല. ചേട്ടാ, 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 ഇതെവിടെ പോയി എൻ്റെ ദൈവമേ? ചേട്ടാ, എന്റെ ചേട്ടാ, ചേട്ടൻ ഇതെവിടെ പോയതാ? ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പറയാതെ ഇറങ്ങി പോവാന്ന് വെച്ചാ ഓ, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. നീ പേടിക്കൊന്നും വേണ്ട അന്നാമ്മേ, ഞാൻ അങ്ങ് വന്നില്ലേ. കാലത്തെ മരുന്ന് പോലും കഴിച്ചില്ല. കട്ടിലെ കിടക്കുന്ന കണ്ടിട്ടല്ലേ ഞാൻ തുണി അലക്കാൻ പോയത്. ഇതെവിടെ പോയതാ ഇത്? ഞാൻ ആ മാത്യൂസിന്റെ വീട് വരെ ഒന്ന് പോയതാ. എന്റെ മാതാവേ, എന്തിനാ എന്തിനാ ചേട്ടാ ഇപ്പൊ അങ്ങോട്ട് പോയത്? അന്നാമ്മേ, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ ആ മാത്യൂസിനോട് വഴക്കിനൊന്നും പോയതല്ല.
ചെയ്തു പോയ തെറ്റുകൾക്ക് അവനോട് ക്ഷമ ചോദിക്കാൻ പോയതാ. എന്നിട്ടെന്താ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനിയും വൈകിയാ ക്ഷമ പറയാൻ ഞാൻ ഉണ്ടായിന്ന് വരില്ല. എന്റെ ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അല്ല, അവിടെ മാത്യൂസും മേരിയും മക്കളൊന്നും ഇല്ലായിരുന്നോ? മാത്യൂസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഉണ്ടാവേണ്ടതായിരുന്നു. സാരമില്ല, ദൈവം അനുവദിക്കുകയാണെങ്കിൽ എല്ലാവരും ഉള്ളപ്പോൾ ഒന്നും കൂടി പോണം. എന്റെ അടുത്ത് അവന്റെ കളി, എന്നെ പോലീസിനോട് പിടിപ്പിക്കല്ലേ? എന്റെ കയ്യിൽ കിട്ടും. അവന് ആ, ചേട്ടൻ വന്നോ? എന്റെ അടുത്താണ് അവന്റെ കളിയെ. എന്നെ എന്നേക്കുമായിട്ട് ജയിലിൽ പിടിച്ചിടാന്ന് വിചാരിച്ചവൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ചേട്ടാ? അന്നാമേ, ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. കവലയിൽ വെച്ചേ പോലീസ് എന്നെ ജീപ്പിൽ കയറ്റിക്കൊണ്ടായി. SI എന്നെ ചോദ്യം ചെയ്തു. കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് പിടുത്തം കിട്ടിയത്. എന്ത്? എടി, ആ മാത്യൂസിന്റെ കോമ്പൗണ്ടിൽ നിന്ന് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം ഞാൻ മുറിച്ചു മാറ്റിയില്ലേ, അതിനവൻ പോലീസിനെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. വിടില്ല ഞാൻ. എന്റെ കർത്താവേ! ചേട്ടാ, ചേട്ടൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോണു? വേണ്ട ചേട്ടാ, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് ദൈവം ചോദിച്ചോളൂ. ദൈവമല്ല, ഞാൻ തന്നെ ചോദിക്കാൻ പോണേ. ഇപ്പൊ തന്നെ നീ കണ്ടോ? ചേട്ടാ, ചേട്ടാ വേണ്ട. ചേട്ടാ വേണ്ട, ചേട്ടാ, ചേട്ടാ വേണ്ട. വിടറി എന്നെ, നിന്നോട് കേറി പോകാനാ പറഞ്ഞേ. എന്റെ പുറകെ അങ്ങ് വന്നാലുണ്ടല്ലോ, എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. കേറി പോടി. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ഠൻ കലഹം ജ്വലിപ്പിക്കുന്നു. പ്രഭാഷകൻ 28-ാം അധ്യായം 8-ാം വാക്യം. ഇവനെ ഞാൻ വിടില്ല ഞാൻ അവനെ. ഇതേപ്പറ്റി ചോദിച്ചപ്പോ അവൻ തണ്ട് വർത്താനം പറയണത്. ഈ പൈലി ആരാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നീ കണ്ടോ? എന്തിനാ ഏട്ടെ വഴക്കും പ്രശ്നങ്ങളൊക്കെ? അവനോട് ചോദിക്കാതെ ഞാൻ അവന്റെ മരം അവൻ ഇല്ലാത്ത സമയത്ത് വെട്ടിയാനാണ് അവൻ കൊണ്ടുപോയി കേസ് കൊടുത്തതെന്ന്. അത് ശരിയല്ലേ ചേട്ടാ? ഏത്? അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞതല്ലേ അവരില്ലാത്ത സമയത്ത് മരം വെട്ടരുതെന്ന്. മിണ്ടി പോരുത് നീ. എനിക്ക് തോന്നിയ പോലൊക്കെ ഞാൻ ചെയ്യും. അതിന്റെ ഇടയ്ക്ക് നീ തെറ്റും ശരിയും പറയണ്ട. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. ചേട്ടാ വീട്ടിലെ ഞാനവനെ
എന്താ എന്നാമേ താൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? താൻ ക്ഷമിക്കടോ, നന്നാകാൻ വൈകിപ്പോയി. എന്തൊക്കെ പറഞ്ഞ് എന്നെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് താൻ. അപ്പോഴെല്ലാം ഞാൻ നന്നായിട്ടുണ്ടോ? ഇല്ല. വിദ്വേഷം ഒരാളെ അന്ധനാക്കുന്നു. മനസ്സിൽ വെറുപ്പുള്ളപ്പോ അയാളുടെ തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാകുകയില്ല. കാരണം പ്രശ്നം വ്യക്തമായും തെളിവായും കാണുവാൻ സാധിക്കാതെ ആകും. മനസ്സിൽ വെറുപ്പുള്ളപ്പോ അഭിപ്രായം പ്രകടിപ്പിക്കാൻ യോഗ്യനല്ല. സ്വന്തം ജീവിതം ചൊവ്വായ വിധം നയിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ദൈവകൽപ്പനയുടെ യഥാർത്ഥമായ അർത്ഥം എന്താവും? നമ്മുടെ ചിന്തയിലും മനസ്സിലും തീരുമാനത്തിലും ദൈവം മറ്റെല്ലാവരെക്കാളും മുകളിലാകണം. കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 2-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളുടെ ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ